നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛാ, എന്താ മോളെ? അച്ഛമ്മയ്ക്ക് ഇനി എന്നോട് എന്നും ദേഷ്യായിരിക്കോ ചേച്ചി അമ്മയോടുള്ളത് പോലെ? അയ്യോ, അങ്ങനൊന്നും ഇല്ല മോളെ, ഒരിക്കലും ഇല്ല. ഇതൊക്കെ പെട്ടെന്ന് മാറത്തില്ലേ? മക്കളുടെ ദേഷ്യമൊന്നുമില്ല. കണ്ടുപിടിക്കണം. പക്ഷെ നമ്മളെങ്ങനെ അങ്ങോട്ട് പോകും സത്യെ? നമ്മുടെ വീട്ടുകാരറിയില്ലേ? പിന്നെ വഴക്കും തല്ലും ഒക്കെ കിട്ടും. വീട്ടുകാരറിയില്ല പപ്പി. സ്കൂളിൽ വന്നിട്ട് അവിടെ നിന്ന് മീൻപാറയിലോട്ട് പോയാ മതി. സ്കൂൾ സമയം കഴിയുന്നതിന് മുമ്പ് നമുക്ക് സ്കൂളിൽ തിരിച്ചെത്തുകയും ചെയ്യാം. മീൻപാറയിൽ പോയ കാര്യം ആരും അറിയില്ല. അങ്ങനെ ചെയ്താ മതിയല്ലേ? മതി. എങ്കിൽ ടിഫിൻ ഞാൻ കൊണ്ടുവരാം. അതെന്തിനാ? കുറച്ച് ദൂരെ പോകുന്നതല്ലേ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ആ ശരിയാ. എങ്കിൽ ഞാൻ അമ്മയോട് പണം വാങ്ങിച്ചോണ്ട് വരാം. നമുക്ക് യാത്ര പോവാൻ പണം വേണമല്ലോ. ആ ശരി. ആ അപ്പ പറഞ്ഞ പോലെ ഫോൺ വെച്ചോ. സത്യ? എന്താ പപ്പി? എനിക്ക് പേടിയുണ്ട്. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. അപ്പ അമ്മയുടെ കയ്യിൽ നിന്ന് ഇനി പൈസ വാങ്ങണം. സ്കൂളിലേക്കോ? മോളെ, പനി കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇന്ന് പോണോ? പനി വിട്ടല്ലോ അമ്മേ, ഇന്ന് പോവാം. ഇവക്കെന്തോ ക്ലാസ് ടെസ്റ്റ് ഒക്കെ ഉണ്ടെന്ന്. പഠിത്തത്തിൽ അമ്മയുടെ വാശി തന്നെയാണല്ലോ മോക്കും. ഒരിക്കലും ക്ലാസ് മിസ്സാക്കാനൊന്നും അമ്മ പറയില്ല. മോൾക്ക് വയ്യല്ലോ ഓർത്തു പറഞ്ഞതാ. പോരെങ്കി അമ്മയ്ക്കിന്ന് കുറച്ച് അത്യാവശ്യം ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. മോളെ വിടണ്ടല്ലോ എന്ന് കരുതി അമ്മ അതൊന്നും തീർത്തതുമില്ല. അതിനെന്താ, ശാരദാമ്മ എന്നെ കൊണ്ട് വിട്ടോളും. ഞാൻ കൊണ്ട് വിട്ടോളാം മോളെ. കുട്ടികള് പഠിക്കാൻ ആഗ്രഹിക്കുമ്പോ അവരെ നിരുത്സാഹപ്പെടുത്താനാവില്ല. അമ്മേ, ഉരുൾപൊട്ടലിന്റെ ദുരിതാശ്വാസത്തിനുള്ള ഫണ്ട് തിരിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. ഇന്ന് കൊണ്ടുവല്ലോന്നാ ടീച്ചർ പറഞ്ഞത്. ഓ, വയനാടല്ലേ? ദുരന്ത ബാധിതർക്ക് വേണ്ടിയല്ലേ മോളെ, കുറയ്ക്കണ്ട. കള്ളം പറഞ്ഞ് പണം വാങ്ങുന്നതിൽ സങ്കടമുണ്ട് അമ്മേ. പക്ഷേ സത്യം പറഞ്ഞ അമ്മ എന്നെ വിടില്ല. ഒന്നുമില്ല മോളെ. ശാരദാമ്മ ഇപ്പൊ വരാട്ടോ. സത്യമോളെ. ആ ദാ വരുന്നു. അച്ഛാ, ആഹാ, ഉമ്മ. ഉമ്മ സ്കൂളിൽ പോകാൻ റെഡിയായോ? ആ, സ്കൂളിൽ പോയി പഠിച്ച് മിടുക്കിയായിട്ട് വരണം കേട്ടോ. ആ, ഒരുപാട് മിടുക്കൊന്നും വേണ്ട. എന്താ ഭാമയത്? ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. പിള്ളേരായിട്ട് തന്നെ നിന്നാ മതി. ഒരുപാട് കൊഞ്ചിക്കയും ലാളിക്കൊക്കെ ചെയ്യുമ്പോ ഇവള് വിചാരിക്കും സ്വയം അവളെന്തോ വലിയ സംഭവമാണെന്ന്. അപ്പൊ തോന്നും
ഞങ്ങൾ ഇങ്ങനെയൊന്നും നിന്നാ പോരല്ലോ, കുറെ കൂടെ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേന്ന്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ടും പട്ടാള ക്യാമ്പിലേക്കും ഒക്കെ ട്രിപ്പ് പോകാൻ തോന്നും. മോൾക്കൊരു അബദ്ധം പറ്റി, ഇനി അവളത് ആവർത്തിക്കത്തുമില്ല. പക്ഷെ നീ ഇങ്ങനെ ഒരേ പല്ലവി തന്നെ 100 തവണ ആവർത്തിച്ചോണ്ടിരുന്നിട്ടേ ആർക്കെന്ത് പ്രയോജനമാ? രാഘവേട്ട 100 അല്ല, ഇനിയൊരു 101 തവണ കൂടി ഞാൻ ഇത് തന്നെ ആവർത്തിച്ചോണ്ടിരിക്കും. അത്രയ്ക്ക് ചങ്കിക്കൊണ്ടു എനിക്കിന്നലെ ഇവള് കാണിച്ച തോന്നിയാസം. പറയുന്നില്ലെന്ന് വെച്ചാലും നീ എന്നെ കൊണ്ട് പറയിക്കും അല്ലേ? നീ ഇങ്ങനെ വാളെടുത്ത് വെളിച്ചപ്പാട് തുള്ളാൻ വേണ്ടി മാത്രം ഈ കുഞ്ഞെന്താ ചെയ്തത്? രാഘവേട്ടൻ എന്താ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ വർത്തമാനം പറയുന്നത്? പപ്പി പോലീസ് സ്റ്റേഷനിൽ പോയതൊക്കെ മറന്നോ? മറന്നത് നീയാ. ഇവള് പോയതേ ഒരു പോലീസ് സ്റ്റേഷനിലേക്കാ ഭാമേ. മനസ്സിലായില്ല. നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യർക്ക് അഭയവും ആശ്രയവുമായി പ്രവർത്തിക്കുന്ന സങ്കേതമാ ഓരോ പോലീസ് സ്റ്റേഷനും. പപ്പിമോൾക്ക് അവളുടെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കണം തോന്നിയപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് അഭയം ചോദിച്ചു എന്ന് അറിയുമ്പോ സത്യത്തിൽ അഭിമാനിക്കല്ലേ വേണ്ടത്? ലക്ഷ്യം നേടാനേ വളഞ്ഞ വഴികളും ചതുരോപായങ്ങളും ഒരുപോലെ പയറ്റുന്നവരുടെ ലോകത്ത് നേരായ വഴിക്ക്, നിയമത്തിന്റെ വഴിക്ക് കുഞ്ഞു പോയെന്ന് കാണുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്? അതിനു പകരം ശകാരങ്ങളും കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും എന്തുവാ ഇത്? മനസ്സിലായി. ഇവളെ അന്വേഷിച്ചു പോയത് അവളുടെ ചേച്ചിയമ്മയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും രാഘവേട്ടന് ഇവളോട് ചായ്വ് തോന്നും. അഭിനന്ദിക്കണമെന്നും പുഷ്പഹാരം വാങ്ങി കഴുത്തിലിട്ട് കൊടുക്കണമെന്നും ഒക്കെ തോന്നും. തോന്നിയാലും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ഭാമേ. പപ്പിയുടെ ചേച്ചിയമ്മയെ അന്വേഷിക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടതേ ഈ കുടുംബത്തിലെ എല്ലാവരുടെയും കടമയാ. എനിക്കോ നിനക്കോ ഇവിടെ ആർക്കുമോ അതിന് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. രാഘവേട്ട, മനസ്സുകൊണ്ട് ഞാൻ അവളെ പടിയടച്ച് പിണ്ടം വെച്ചതാ. ഇനി ആരൊക്കെ അതിന്റെ പിന്നാലെ പോയാലും എനിക്ക് ശത്രു മാത്രമാ. ഭാമേ, നീ സമാധാനമായിട്ട് പോരൊന്ന് ആലോചിച്ച് നോക്ക്. മതി. ഇനി ഇക്കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളൊക്കെ തന്നെ അങ്ങ് തീരുമാനിക്കേ. ഇക്കാര്യത്തിൽ ഞാനുമായിട്ട് ശത്രുത നിങ്ങൾക്ക് വേണോ വേണ്ടായോന്ന്. എന്തിനാച്ചാ വെറുതെ സത്യമായിട്ട് സംസാരിച്ച് മുഷിയുന്നത്? പിന്നെ പറയണ്ടടാ വല്ലപ്പോഴെങ്കിലും. അതുകൊണ്ട് എന്താ പ്രയോജനം? വെറുതെ മുഷിയാന്നല്ലേ ഉള്ളൂ. അച്ഛാ, എന്താ മോളെ? അച്ഛമ്മയ്ക്ക് ഇനി എന്നോട് എന്നും ദേഷ്യമായിരിക്കോ ചേച്ചിയമ്മയോടുള്ളത് പോലെ? അയ്യോ, അങ്ങനൊന്നും ഇല്ല മോളെ, ഒരിക്കലും ഇല്ല. ഇതൊക്കെ പെട്ടെന്ന് മാറത്തില്ലേ? മക്കളുടെ ദേഷ്യമൊന്നുമില്ല. കേട്ടാ, വിഷമിക്കണ്ടേ. ഡാ മോനെ, ദാ മോളെ സ്കൂളിൽ കൊണ്ടാക്ക. വാ മോളെ, ചെല്. ഇതാ വാ അച്ഛാ, പോയിട്ട് വരാം. പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.